ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു റമദാൻ റുട്ടീൻ വ്ളോഗാട്ടോ. റമദാനിൽ രാവിലെ മുതൽ ഇഫ്താർ വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടു നോക്കാം. അപ്പം രാവിലെ തന്നെ മോൾക്കുള്ള ടിഫിന് റെഡിയാക്കാം കേട്ടോ. അപ്പം മോള് പ്രീ സ്കൂളിൽ വിടുന്നുണ്ട് ഇപ്പോൾ കുറച്ചായിട്ട്. ഇന്നിപ്പോൾ പാൻ കേക്കാണ് കൊടുക്കുന്നത്. മിക്ക ദിവസവും പാൻ കേക്ക് തന്നെ ആയിരിക്കും. കാരണം കൊണ്ടുപോയാൽ അവൾ കഴിക്കുന്ന പ്രതീക്ഷയുള്ളൊരു സാധനം അതാണ്. അപ്പം ഒന്നെങ്കിൽ പാൻ കേക്ക് അല്ലെങ്കിൽ ഫ്രഞ്ച് ടോസ്റ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ടിഫിനായിട്ട് കൊടുക്കുക. ഒരു 3 hours ഉള്ളൂ, അതിനുള്ളിലാണ് തിരിച്ചു വരും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സ്നാക്കായിട്ട് കൊടുത്താൽ മതി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് സെറിയൽസാണ് കൊടുക്കുന്നത്. ഇപ്പം നോമ്പായതിന് ശേഷം അവൾ മാത്രമല്ല ഫുഡ് കഴിക്കാനുണ്ടാവുള്ളൂ. അപ്പം ഇങ്ങനെ തട്ടിക്കൂട്ട് പരിപാടിയൊക്കെയാണ്. പിന്നെ എന്തായാലും ടിഫിന് കൊടുത്തയക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതവർ കഴിച്ചോളും. അപ്പോൾ ഇപ്രാവശ്യത്തെ നോമ്പ് മോള് സ്കൂളിൽ പോകുന്നതുകൊണ്ട് തന്നെ കുറച്ചൊരു ഡിഫറെൻ്റാണ്. കാരണം ആ ഒരു എക്സ്പീരിയൻസ് ഇതുവരെ ഉണ്ടായിരുന്നില്ലല്ലോ. സാധാരണ നമുക്ക് നോമ്പായി കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ പണിയൊന്നും ഉണ്ടല്ലോ. രാവിലെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു ഉച്ച സമയമൊക്കെ ആവുമല്ലോ എണീക്കാൻ. പക്ഷേ ഇപ്പോൾ അത് നടക്കില്ല. മോള് സ്കൂളിൽ പോകുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ രാവിലെ എണീക്കണം, അവൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ആക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ നോമ്പ് ഒരു വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. സാധാരണ ഇക്ക കൊണ്ടാക്കും. അപ്പോൾ ഇന്നിപ്പം ഇക്കാക്ക് എന്തോ തിരക്കായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഞാനാണ് കൊണ്ടാക്കുന്നത്. നമ്മുടെ തൊട്ടടുത്തുള്ള ബ്ലോക്കിൽ തന്നെയാണ് അവിടെ സ്കൂൾ വരുന്നത്. പക്ഷേ ഇപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ നടന്ന് പോകാൻ പറ്റില്ല. വിൻ്ററിലൊക്കെ നടന്ന് പോക്ക് തന്നെ ആയിരുന്നു. പക്ഷെ ഇപ്പം നല്ല ചൂടായി തുടങ്ങിയല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊണ്ടാക്കാനും കൊണ്ടുവരാനൊക്കെ കാർ തന്നെ വേണം. അങ്ങനെ അവളെ കൊണ്ടാക്കി വന്ന് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഓത്തും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം ഈ ഒരു ടൈമിലാണ് ഞാൻ എൻ്റെ നിസ്കാരം ഓത്തും എല്ലാം കഴിക്കുക. കാരണം ഈ ഒരു ടൈം ഫുൾ ഫ്രീ ആയിരിക്കും, വീട്ടിലങ്ങനെ ആരും ഉണ്ടാവില്ല. നമുക്ക് വേറെ ഒന്നിനെ പറ്റി ചിന്തിക്കേണ്ടെന്ന് ആവശ്യമില്ല. നമുക്ക് സുഖമായിട്ട് ഇരുന്ന് നിസ്കാരം ഓത്തും ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അവൾ സ്കൂൾ വിട്ട് വരുന്നതിന് മുന്നേ ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യും. കാരണം അവൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു ഫ്രീ ആയിട്ട് ഇരിക്കൽ ഭയങ്കര കുറവായിരിക്കും. കാരണം പിന്നെ അവളെ ലഞ്ചൊക്കെ കൊടുക്കാനുണ്ടാവും, പിന്നെ നമുക്ക് ഇഫ്താറിലേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓത്ത് ഞാൻ എന്തായാലും എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഫസ്റ്റ് ആ ഒരു ഓത്ത് നിസ്കാരമൊക്കെ അങ്ങോട്ട് കഴിച്ചു വെക്കും. പിന്നെ നമുക്ക് നമ്മളുടെ പണി നോക്കാമല്ലോ. അപ്പം അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഇഫ്താറിലേക്കുള്ള പ്രിപ്പറേഷൻസൊക്കെ തുടങ്ങി. അപ്പം ഇന്നിപ്പോൾ ഉന്നക്കായും ബജ്ജിയും ആക്കാമെന്നാട്ടോ വിചാരിക്കുന്നത്. ഉന്നക്കായും ബജ്ജിയും സാധാ പോലല്ല, ഉന്നക്കായ ബീഫ് കൊണ്ടും ബജ്ജി മുളക് ബജ്ജി സ്റ്റഫ് ചെയ്തിട്ടും ആട്ടോ ഉണ്ടാക്കുന്നത്. സാധാ നമ്മളെ നാടൻ സ്നാക്കിന് ഒരു ട്വിസ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബീഫെല്ലാം ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പെപ്പർ പൗഡർ, മല്ലിപ്പൊടി, ഉപ്പ് ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും തന്നെ മോള് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോള് വന്നപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ബാക്കി പണി അവൾക്കുള്ള ഫുഡ് കൊടുത്തിട്ടാവാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ഇടിയപ്പം ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് മുട്ടയൊക്കെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒരു തട്ടിക്കൂട്ട് കൊത്തി ഇടിയപ്പം ആക്കിയിട്ട് അതൊന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം വേറെ കറികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ പിന്നെ കറികളുടെ ഒന്നും ആവശ്യമില്ല. കുറച്ച് കെച്ചപ്പും ഓയിസ്റ്റർ സോസൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ചെറിയൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ മോൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞ് പിന്നെ ഞാൻ ബാക്കി പരിപാടികൾക്ക് നിന്നിട്ടോ. അപ്പോൾ ഇനിയിപ്പം ആ ഒരു ബീഫിൻ്റെ ഫില്ലിംഗ് ഒന്ന് ആക്കിയിട്ടെടുക്കണം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്.
എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാലയും പെപ്പർ പൗഡറും പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടിയില്ല അതും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫില്ലിങ് നിങ്ങൾക്ക് തലേന്ന് ബാക്കി വന്ന ബീഫ് കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു ഫില്ലിങ് ആക്കിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ആ ഒരു കറി തന്നെ നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാം. എൻ്റെ അടുത്ത് ഇപ്പോൾ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫില്ലിങ് ആക്കിയിട്ട് എടുക്കുന്നത് കേട്ടോ. ഞാൻ അതിലേക്ക് കറിവേപ്പിലൊന്ന് ചെറുതായി മുറിച്ചിട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമുക്ക് സ്നാക്കിലേക്കൊക്കെ വലുതായി കിടന്നാലും നമുക്ക് തിന്നാൻ രസമുണ്ടാവില്ല. അപ്പോൾ ഞാൻ ചെറുതായി മുറിച്ചിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ മസാലപ്പൊടി ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മല്ലിപ്പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടിയും വലിയ ജീരകത്തിന് പൊടിയും കൂടി ഒന്ന് വറുത്തിട്ട് അതും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളുടെ ഈ ഒരു ഫില്ലിങ്ങിന് നല്ല ബ്ലാക്ക് കളർ കിട്ടും. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല കറുത്ത കളറിൽ നമുക്ക് ബീഫ് കിട്ടുമല്ലോ. അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നല്ല ബ്ലാക്ക് കളറിൽ നമുക്ക് കിട്ടും. ബീഫ് ഉന്നക്കായക്ക് വേണ്ടിയിട്ട് പഴം ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നെക്സ്റ്റ് സ്നാക്ക് ഉണ്ടാക്കുന്നത് സ്റ്റഫ്ഡ് മുളക് ബജിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ജിഞ്ചർ പേസ്റ്റും വെച്ചിട്ടാണ് ഞാൻ മാരിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിങ്ങനെ ഞാൻ സ്നാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് എക്സ്ട്രാ ഇങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ട് ഞാൻ വെക്കാറുണ്ട്. കാരണം ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് എടുത്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ചിക്കൻ ആദ്യം ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഞാനൊരു ഹാഫ് ഓണിയൻ കട്ട് ചെയ്തിട്ട് അതൊന്ന് ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂണ് തേങ്ങ ചിരകിയതില്ലേ അതും കൂടി ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാപ്പാലും മല്ലിയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു തേങ്ങാപ്പാൽ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മസാല ഒന്ന് ഒതുങ്ങി കിട്ടുകയും ചെയ്യും. ആ ഒരു മസാല നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. പക്ഷെ ഞാൻ ഇതിലേക്ക് തന്തൂരി മസാലൻ്റെ പൗഡർ കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തന്തൂരി മസാലൻ്റെ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവർ കിട്ടും ആ ഒരു ചിക്കന്. ഓൾറെഡി നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ടാണ് പൊരിച്ചിട്ടുള്ളത്. പക്ഷെ എന്നാലും ഈ ഒരു തന്തൂരി മസാലൻ്റെ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത്രയുള്ള മസാല റെഡിയായി. ഇനി നമുക്കിത് സ്റ്റഫ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുന്ന ചില്ലിയില്ല അപ്പോൾ അത് എടുക്കുക. എന്നിട്ട് അതിൽ നടുവിൽ ആ ഒരു കുരും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. കാരണം കൂടുതൽ സ്പൈസി ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് ആ ഒരു മുളകിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഈ ഒരു ചിക്കൻ്റെ ഫില്ലിംഗ് ഒന്ന് സ്റ്റഫ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഫില്ലിങ് നല്ല ടേസ്റ്റാട്ടോ. നമ്മൾ തേങ്ങയും തേങ്ങാപ്പാലൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാട്ടോ. ഒരു വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പം 4 മുളകേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. ഞാൻ എപ്പോഴും സ്നാക്ക് ആക്കുന്ന സമയത്ത് കുറേ ആക്കൂല. നമുക്ക് അന്ന് കഴിക്കാനുള്ളത് മാത്രമേ ഞാൻ ആക്കാറുള്ളൂ. അപ്പോഴേക്കും നമ്മൾ നേരത്തെ പഴം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് നന്നായി കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഉടച്ചെടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഞാനൊരു 2-3 ടീസ്പൂണ് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഞാൻ എടുത്ത പഴം കുറച്ചും കൂടി ഒന്ന് ആവാനുണ്ടെന്ന് എനിക്ക് തോന്നി. മധുരം കുറവായിരിക്കും എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് മധുരം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്നാക്ക് നമുക്ക് പഴംപൊരി ബീഫ് നമ്മൾ കഴിക്കൂലേ, ആ ഒരു കോംബോ ഉണ്ടല്ലോ. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കോംബോ കഴിക്കുന്ന പോലെ തന്നെ കേട്ടോ ഈ ഒരു സ്നാക്ക് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ആ ഒരു പഴത്തിൻ്റെ ഉള്ളിൽ ബീഫിൻ്റെ ഫില്ലിംഗ് ആയിട്ട്. എന്നിട്ട് നമ്മൾ നമ്മൾ ഉന്നക്കായൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ആ ഒരു പഴത്തിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബീഫിൻ്റെ ഫില്ലിംഗ് കൂടി സ്റ്റഫ് ചെയ്തതിന് ശേഷം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഇങ്ങനെ മധുരം എരിവ് ഒക്കെ ഒരുമിച്ച് വരുന്ന ആ ഒരു കോംബോ ഇഷ്ടമുള്ളവർക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ. കാരണം കാണാൻ നമ്മൾ ഉന്നക്കായ പോലെ ഉണ്ടാവും, പക്ഷേ അത് കഴിക്കുന്ന സമയത്താണ് ആ
ആ ഒരു സർപ്രൈസ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇത് ശരിക്കും നിങ്ങൾക്ക് ബീഫിൻ്റെ കറിയോ തലേന്നത്തെ ബീഫ് കറിയോ അല്ലെങ്കിൽ ബീഫിൻ്റെ മസാല എന്തെങ്കിലുമൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പം നമുക്ക് കുറച്ചും കൂടി സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ അതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ബജിക്കുള്ള ഒരു മിക്സും കൂടി ഒന്ന് റെഡിയാക്കിയിട്ട് വെക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ കടലമാവും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ കുറച്ച് ജീരകവും പിന്നെ കായപ്പൊടിയും വെള്ളവും കൂടി ചേർത്തിട്ട് ഞാനൊന്ന് മിക്സ് ആക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്നാക്കിൻ്റെ പരിപാടിയെല്ലാം ഞാൻ കുറച്ച് മുന്നേ തന്നെ ആക്കിയിട്ട് വെക്കും കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ പോയിട്ട് ഫ്രഷ് ആവലും പിന്നെ കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്ത് പിന്നെ ആ ഒരു 5:30 ആ ഒരു സമയത്തൊക്കെ ഞാൻ കിച്ചണിൽ കയറും കേട്ടോ. കാരണം ഫ്രൈ ചെയ്യാൻ പിന്നെ കുടിക്കാനുള്ള എന്തെങ്കിലും ജ്യൂസ് എന്തെങ്കിലും ഉണ്ടാക്കാൻ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ പിന്നെ ആ ഒരു സമയത്ത് ഞാൻ ആ ഒരു ബാങ്ക് കൊടുക്കുന്ന ആ ഒരു സമയമൊക്കെ ആകുമ്പോഴേ ഞാൻ പിന്നെ കിച്ചണിലേക്ക് വരുള്ളൂ. പക്ഷേ അതിന് മുന്നേ ഇങ്ങനെ എല്ലാം സെറ്റാക്കിയിട്ട് വെക്കും, ഫ്രൈ ആക്കാനുള്ള എല്ലാം സെറ്റാക്കിയിട്ട് വെക്കും. അങ്ങനെ ഫസ്റ്റ് തന്നെ ഞാനിത് ആ ഉന്നക്കായ ഒന്ന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. കാരണം ബജി നമ്മൾ ഫസ്റ്റ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഓയിലാകെ ഒരു ബജിയുടെ ആ ഒരു ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ബീഫിൻ്റെ ഉന്നക്കായ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അത് കണ്ടാൽ ശരിക്കും നമ്മൾ നോർമൽ ഉന്നക്കായ പോലെ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. കഴിക്കുമ്പോൾ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ ഉള്ളിൽ വേറെ സാധനമാണ് എന്നുള്ളത്. ഉന്നക്കായ എല്ലാം പൊരിച്ചെടുത്ത് ഇനി നമ്മൾ നേരത്തെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മുളക് ബജിയും കൂടി ഒന്ന് ആക്കിയിട്ടെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു മുളക് ബജി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് നോക്കണം കേട്ടോ. ഇതൊരു ഡിഫറെൻറ്റ് സ്നാക്ക് തന്നെയാണ്. നമ്മൾ സാധാ ബജി കഴിക്കുന്ന പോലെയല്ല, ഉള്ളിലത്തെ ആ ഒരു ചിക്കൻ്റെ ഒരു ഫില്ലിങ് കൂടി വരുമ്പം നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. നമുക്ക് വേണമെങ്കിൽ ഒരു പാർട്ടിക്കൊക്കെ സെർവ് ചെയ്യാൻ പറ്റും. കാരണം നോർമലി നമ്മളങ്ങനെ മുളക് ബജി ഒന്നും നമ്മളങ്ങനെ എക്സ്ട്രാ പാർട്ടിക്കൊന്നും സെർവ് ചെയ്യില്ല. പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്കിതൊരു പാർട്ടിക്കും കൂടി നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുടിക്കാനുള്ള ഡ്രിങ്ക്സും ആക്കുന്നുണ്ട്. ഇന്നിപ്പോൾ മിൻലൈമാണ് ആക്കിയിട്ടുള്ളത്. മുന്നേ റമദാൻ മീൽ പ്രെപ്പ് വീഡിയോയിൽ മിൻലൈമിൻ്റെ ക്യൂബ്സൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ അതൊക്കെ തീർന്നു പോയി. കാരണം ഇപ്പോൾ നോമ്പ് ഇപ്പോൾ കുറച്ചായല്ലോ, അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പം ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. മറ്റേത് ആ ഒരു ക്യൂബ് അങ്ങ് ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു. ഇങ്ങനെ നമ്മൾ ബജിയും എല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇതാ ഒരു പൊരിച്ച ഉടനെ കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആട്ടോ, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. പക്ഷേ ഇതിപ്പം നമുക്ക് ബാങ്ക് കൊടുത്തിട്ടല്ല കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രിസ്പിനെസ്സൊക്കെ കുറച്ച് പോയിട്ടുണ്ട്. ഞാനിപ്പോൾ എല്ലാം ഒന്ന് ടേബിളിൽ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ബീഫ് ഉന്നക്കായൻ്റെ ഉള്ളിലുണ്ടാവുക കേട്ടോ. ആ ഒരു ബീഫിൻ്റെ ഫില്ലിംഗ് എല്ലാം ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ഈ മധുരം എരിവൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള, ഒരുമിച്ച് കഴിക്കാൻ ഇഷ്ടമുള്ളവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം കേട്ടോ. അങ്ങനെ അതാ മുളക് ബജിയും നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ കുറച്ച് ഫ്രൂട്ട്സും എല്ലാം കട്ട് ചെയ്ത് ടേബിളൊന്ന് സെറ്റ് ചെയ്യാം കേട്ടോ. ഫ്രൂട്ട്സ് എങ്ങനെ പോയാലും നമ്മളൊരു 2-3 ഐറ്റം നമ്മൾ എന്തായാലും ഡെയിലി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാറുണ്ട്. പിന്നെ ഒരു കുടിക്കാൻ എന്തെങ്കിലും ഒരു ജ്യൂസും. നോർമലി കഴിഞ്ഞ കൊല്ലമൊക്കെ നമ്മൾ 2 ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഞാൻ ഒരു ജ്യൂസ് മാത്രമേ ആക്കുള്ളൂ. കാരണം വെറുതെ അത്രയും ഷുഗർ കഴിക്കണ്ടെന്ന് വിചാരിച്ച്. അങ്ങനെ അൽഹംദുലില്ലാ ബാങ്കൊക്കെ കൊടുത്ത് നമ്മൾ നോമ്പൊക്കെ നോമ്പ് തുറന്ന് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ അധികം സമയമൊന്നും ഉണ്ടാവില്ല കേട്ടോ. കാരണം നോമ്പ് തുറന്ന് കഴിഞ്ഞ് ഒന്ന് ക്ലീനൊക്കെ ആക്കി മഗ്‌രിബെല്ലാം നിസ്കരിച്ച് കഴിഞ്ഞ് വരുമ്പോഴത്തേന് തന്നെ പിന്നെ നമ്മൾ തറാവിക്ക് പോകും. പിന്നെ തറാവിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുക കേട്ടോ.
ഫുഡിന് ഓൾറെഡി ഞാൻ കറി ബേസും പിന്നെ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചൊരു കറി ആക്കാനും പിന്നെ ഓൾറെഡി ഞാൻ ഫ്രോസൺ ബട്ടൂര ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പൊരിച്ചെടുക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഡിന്നറും സോർട്ടഡ് ആണ്. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ആക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ വീണ്ടും മറ്റു വീഡിയോസൊക്കെ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ.